ഈ ഒരു വാഴക്കയും കൊണ്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് 2 തക്കാളി, 2 പച്ചമുളക്, ഒരു 2 വാഴക്ക ക്യൂബായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെക്കാം. ഈ വാഴക്ക ഞാൻ 1 മണിക്കൂർ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ടുള്ളതായിരുന്നു. അതിനുശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു 1/4 സ്പൂണിൽ താഴെ മുളക് പൊടി അധികം ഇടണ്ട, മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഒരു 4-5 മിനിറ്റ് മതിയാവും ഇത് വെന്ത് വരാം. പെട്ടെന്ന് വെന്ത് വരും, 4-5 മിനിറ്റ് വേണ്ട. അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ ഇതിനെ ഇങ്ങനെ കുത്തി നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ശേഷം ഇതിനകത്തേക്കും തേങ്ങ മാത്രം, വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചതും കൂടി, ഒരു 1/2 കപ്പ് തേങ്ങയുടെയാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കുക. എന്നിട്ട് ഒരു തിളയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഫസ്റ്റിലത്തെ ഒരു തിള ഫുള്ള് വന്നു കഴിയുമ്പോൾ നമുക്ക് അത്രയും കൂടെ തന്നെ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത്രയും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ വെള്ളം ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. മറ്റൊരു പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. അതിൻ്റെ ശേഷം ഒരു പിഞ്ച് ചെറിയ ജീരകം ഇട്ട്, ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തേം കൂടി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ചെറിയുള്ളി അരിഞ്ഞത്, അതല്ല സവോളയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം സവോളയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ആ വറവ് നമ്മുടെ തിളച്ച് വരുന്ന ആ കറിക്കകത്തോട്ട് ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ ഒരൊറ്റ കറി മതി നമുക്ക് കുറേ ചോറ് കഴിക്കാൻ പറ്റും, അത്ര ടേസ്റ്റിയാണ്.